ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് YSL-Y എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഓയിലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ്. പെർഫ്യൂം നമ്മൾ ഇതിന് മുന്നേ റിവ്യൂ ചെയ്ത് പോയതാണ്. YSL-Y, YSL ബ്ലാക്ക്, YSL ബ്ലാക്ക് ഓപ്പിയം, YSL ലിബ്രി, YSL എന്ന് പറഞ്ഞ് ഒരുപാട് കളക്ഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. ഇത് നല്ലൊരു ഫ്രഷ് അരോമാറ്റിക്കാണ്. കൂട്ടത്തിന് ഇത് റിവ്യൂ ചെയ്യാനുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മുന്നേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നതിൻ്റെ ഓർമ്മ. രണ്ടാമത് ചെയ്യാനുള്ള 2 ടൈം ചെയ്യാനുള്ള കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു ആഴ്ചയിലായിട്ട് ഒരുപാട് എൻക്വയറി വന്ന ഒരു പെർഫ്യൂം കൂടിയാണ് YSL-Y പെർഫ്യൂം ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നമ്മളെ കയ്യിൽ പെർഫ്യൂം ഓയിൽ നമ്മളെ കയ്യിലുണ്ട്. YSL ലിബ്രിയുടെ പെർഫ്യൂം നമ്മളെ കയ്യിലും അതിൻ്റെ ഡീക്കൻസുകളും ഇതെല്ലാത്തിൻ്റെയും ക്ലോൺ അതോ ബ്ലെൻഡിങ് പെർഫ്യൂം നമ്മളെ കയ്യിൽ എല്ലാത്തിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. YSL-യിലെ ഫ്രഷ് നോട്ട് അതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത് നല്ലൊരു അരോമാറ്റിക് ചെറിയ ഒരു സ്വീറ്റ് ടച്ചാണ്. ഒരു പൗഡറി സ്വീറ്റ് വെച്ചാണ് അതിൻ്റെ ഓപ്പണിങ്ങിൽ ടോപ്പ് നോട്ട്സിൽ കിട്ടുന്നത്. ആ ഒരു സ്മെല്ലാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം നമ്മൾ പാർട്ടി പെർഫ്യൂമിനൊക്കെ കേൾക്കാണ്ട് ഇതിനെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഞാൻ പറയാനുള്ള റീസണ് ഒരു പാർട്ടി ചെറിയ സ്വീറ്റ് നല്ലൊരു പൗഡറി ഒരു അക്വാട്ടിക് സ്മെല്ല് ഇതിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ പരിചയപ്പെടുത്തിയ വീഡിയോ തന്നെയാണ് പറഞ്ഞത്. തന്നെ YSL-Y പാർട്ടി പെർഫ്യൂം കേൾക്കാണ്ട് നമുക്ക് നല്ല പോലെ കോംപ്ലിമെൻ്ററി കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മിഡിൽ ലൈറ്റ് ടെമ്പർ, ഒരു ടെബ്രോസിൻ്റെ സ്മെല്ല്, ഒരു പച്ചോളി സ്മെല്ല്, ഇത് മൂന്നാണ് ഇതിൻ്റെ മിഡിൽ നോട്ട്സിൽ വരുന്നത് കേട്ടോ. വലിയൊരു ഹൈ പച്ചോളിയല്ല, ചെറിയൊരു ലാങ്കിപ്പൂവിൻ്റെ സ്മെല്ലും അങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നത് ആ ഒരു ആംബറിൻ്റെ സ്മെല്ല് തന്നെയാണ്. ഓരോ ആംബറിൻ്റെ സ്മെല്ല് തന്നെയാണ് കാര്യമായിട്ട് കിട്ടുന്നത്. പിന്നെ ഒരു വുഡി സ്മെല്ലാണ്. പിന്നെ വുഡി സ്മെല്ലെന്ന് പറയുമ്പം ഒരു ഗ്രീൻ വുഡിൻ്റെ സ്മെല്ലാണ് നമുക്ക് ടോപ്പ് നോട്ട് ബേസ് നോട്ടിൽ കിട്ടുന്ന ലാസ്റ്റത്തെ നോട്ട്സ് കിട്ടുക. ഇതിൻ്റെ 3 ml നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ബോട്ടിൽക്കാക്കിയിട്ടും അവൈലബിൾ ആണ്. ഞാൻ അതെല്ലാം 20 ml ഈ ബോട്ടിൽ പെർഫ്യൂം ആക്കിയിട്ടാണെങ്കിലും നമ്മളെ കയ്യിൽ അഥവാ ഈ ഓയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒറിജിനൽ പെർഫ്യൂം അല്ല, ഇതിൻ്റെ ക്ലോൺ അഥവാ ബ്ലെൻഡ് പെർഫ്യൂമും നമ്മളെ കയ്യിൽ ഇവിടുന്ന് അയച്ചു കൊടുക്കും. പിന്നെ ലാസ്റ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന പെർഫ്യൂമുകൾ ഷുവറായിട്ട് നമുക്കൊരു 4 to 6 hours ഉള്ളിൽ എന്തായാലും നമുക്ക് സ്മെല്ലും ലാസ്റ്റിംഗ് ഉണ്ട്. ഒരു 3 to 4 hours വരെ തരക്കടില്ലാത്ത പ്രൊജക്ഷനും ഉണ്ട്. അത് കഴിഞ്ഞ് സമയം ഓയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈൽഡായി പോകും, സ്മെല്ല് പെട്ടെന്ന് തന്നെ ഡ്രൈ ഔട്ടായി പോകും. ഒരുപാട് സമയം നമുക്ക് നിൽക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കറക്റ്റ് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഒരു 4 മണിക്കൂറിൻ്റെ താഴേക്ക് നമുക്ക് ഇതിൻ്റെ ഓയിൽ, കാരണം മൈൽഡാണ്, ലൈറ്റാണ്, ചെറിയ ഒരു ലൈറ്റ് വുഡിയൊക്കെ ഇതിൽ കാര്യമായി കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മൾക്ക് ഒരു പാർട്ടി പെർഫ്യൂമൊക്കെ ആണെങ്കിൽ പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് എല്ലാ നമ്മൾ എവിടേക്കാണോ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോക്ക് താഴെ നമ്പറൊക്കെ YSL-Y